പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് ചേരും. ഫ്രാൻസിസ് ജോർജിന്റെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ആഘാതം, സീറ്റ് വിഭജനം തുടങ്ങിയവ വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകും. വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് തത്സമയം. പ്രശാന്ത്, എന്തൊക്കെയാകും ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്കായി എത്തുക? എന്തൊക്കെയാകും നിലപാടുകൾ? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ് ഫ്രാൻസിസ് കെ ജോർജ് പാർട്ടി വിട്ടതിന് പോയതിനു ശേഷമുള്ള ആ ഒരു പിളർപ്പ് KM മാണി വിഭാഗത്തിലുണ്ടായിരിക്കുന്നു. അതിനുശേഷമുള്ള ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് പ്രധാനമായും ഇന്ന് പാർട്ടി സംസ്ഥാന ചേരുന്നത്. ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഈ പിളർപ്പിനെ തുടർന്ന് അത് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണം, ഇത് പാർട്ടിക്ക് സൃഷ്ടിച്ചിട്ടുള്ളൊരു ആഘാതവും പ്രതിസന്ധിയും എങ്ങനെ തരണം ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി കൂടുതൽ സീറ്റുകൾ ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം UDF-നകത്ത് കഴിഞ്ഞ ദിവസം പാർട്ടി ചെയർമാൻ KM മാണി ഉന്നയിച്ചിരുന്നു. എന്നാൽ സീറ്റുകൾ അധികം നൽകാനാവില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഒപ്പം പൂഞ്ഞാർ, അതുകൂടാതെ കുട്ടനാട്, ഏറ്റുമാനൂർ സീറ്റുകളുടെ കാര്യത്തെക്കുറിച്ച് അത് തിരികെ നൽകണമെന്നുള്ളൊരു ആവശ്യം അടക്കമുള്ള കാര്യങ്ങൾ സുധീരൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും അവതരിപ്പിക്കും. അതിനുശേഷം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചെറിയ തീരുമാനങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ പോലുള്ള മേഖലകളിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളടക്കമുള്ള പൂഞ്ഞാറടക്കമുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കാനാവില്ല എന്ന കനത്ത നിലപാട് തന്നെയാണ് കടുത്ത നിലപാട് തന്നെയാണ് KM മാണിയും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സീറ്റുകളൊന്നും വിട്ടു നൽകാതെ തങ്ങൾക്ക് മലബാർ അടക്കമുള്ള മേഖലയിൽ ചില വിജയസാധ്യതയുള്ള സീറ്റുകൾ കൂടി ലഭിക്കുന്നതിനുള്ള ഒരു ആഗ്രഹവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ചർച്ചകൾ പാർട്ടിക്കകത്തുണ്ടാകും. പിന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ മത്സരിക്കണമെന്നുള്ളൊരു ധാരണയൊക്കെ ആയിരിക്കും ഇനി പിന്നീട് വരുന്ന കമ്മിറ്റികളിലെല്ലാം തന്നെ തീരുമാനം ഉണ്ടാകുക. എന്തായാലും പിളർപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി, അതിനിടയിൽ ഈ കോട്ടയം പോലുള്ള വിവിധ മേഖലയിൽ നിന്ന് നിരവധി പേർ പാർട്ടി വിട്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച് പോകുന്നു. ഈ ഒരു സാഹചര്യത്തെല്ലാം തന്നെ എങ്ങനെ മറികടക്കണമെന്നതിനെക്കുറിച്ചുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാമായിരിക്കും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവുക. സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഏത് രീതിയിൽ പുരോഗമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചർച്ചയായി വന്നാൽ എന്തൊക്കെയാകും നിലപാടുകൾ? അനൗദ്യോഗികമായി അറിയുന്ന വിവരങ്ങൾ പ്രശാന്ത്. ഏതായാലും വലിയൊരു തരത്തിലുള്ള ഊഹാപോഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. PJ ജോസഫ് ഒരുപക്ഷെ ഈ KM മാണിക്കൊപ്പമാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെങ്കിലും പിന്നീട് ഫ്രാൻസിസ് ജോർജിൻ്റെ ഒരു പക്ഷത്തേക്ക് പോകും അല്ലെങ്കിൽ വരുമെന്നുള്ളൊരു വിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ PJ ജോസഫ് അതിനിടയിൽ അത്തരത്തിൽ നീക്കമുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ തന്നെയും ഇത് പൂർണ്ണമായ തരത്തിൽ വിശ്വാസത്തിലെടുക്കാൻ ആർക്കും ആയിട്ടില്ല എന്ന തരത്തിലും ചർച്ചകൾ പോകുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അതൃപ്തരായിട്ടുള്ള നിരവധി പേർ ജില്ലയുടെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ തട്ടകമെന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പാർട്ടി വിട്ട് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇവരെ എങ്ങനെ പിടിച്ചു നിർത്താനാകും, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള തരത്തിലേക്കായിരിക്കും ചർച്ചകൾ പോവുക. മാത്രമല്ല, അതിനെ പിണക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളും ഒരുപക്ഷെ തോൽവി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയേക്കാം എന്നും ഉള്ള ഒരു ഉൾഭയം കൂടി കേരള കോൺഗ്രസ് എമ്മിനുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി നടന്ന ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ KM മാണി അടക്കമുള്ളവർ മനസ്സ് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഐക്യം UDF-ലുണ്ടായാൽ മാത്രമേ വിജയം സുനിശ്ചിതമാകൂ എന്ന് തന്നെയാണ്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ PP തങ്കച്ചൻ, UDF കൺവീനർ PP തങ്കച്ചൻ വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുകയുണ്ടായി. ഐക്യമുണ്ടാകണം, പക്ഷേ KM മാണി മനസ്സ് വെക്കണം എന്നുള്ള തരത്തിലാണ് അദ്ദേഹവും തിരിച്ച് ആ യോഗത്തിൽ സംസാരിച്ച്. ഇതിനർത്ഥം UDF-നകത്ത് ചില അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ ചില സീറ്റുകൾ മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ ആളുകൾ സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഉൾഭയങ്ങളും ഇവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുന്നതിന് നേതൃതലത്തിലും എല്ലാം തന്നെ പ്രശ്നങ്ങൾ 2 മാസം തന്നെ, പ്രത്യേകിച്ച് 71 ദിവസമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ഒരു നിലയിൽ തന്നെ ഈ വിഷയങ്ങളെ പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടുകളായിരിക്കും ഇതിലുണ്ടാവുക. അതിനുള്ള ചില ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കും എങ്ങനെയാണ് നടപടി സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കമ്മിറ്റികളുടെ രൂപീകരണവും അടക്കം ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലുണ്ടായേക്കാം. ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് കോട്ടയത്ത് അല്പസമയത്തിനുള്ളിൽ ചേരാൻ പോകുന്നത്. തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മെത്രാൻ കായൽ നികത്താനുള്ള ഉത്തരവിൽ അപാകതകളുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് ഒടുവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി.
പദ്ധതിക്കെതിരെ സുധീരൻ ആക്ഷേപം അറിയിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കായൽ നികത്താൻ അനുമതി നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇതിനുള്ള ആപ്ലിക്കേഷൻ ഈ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അതിന് തെറ്റായിട്ടുണ്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കാര്യം പരിശോധിക്കും. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. ഈ കാര്യം സംബന്ധിച്ച് KPCCക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. KPCC ഉപസമിതി നേരത്തെ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്ന് റവന്യൂ മന്ത്രിയോട് ആദ്യമേ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരുമായും ഇതേ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കായൽ നികത്താൻ അനുമതി നൽകിയതിൽ കോടികളുടെ അഴിമതിയെന്ന് കോടിയേരി ബാലകൃഷ്ണനും. LDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും. കാറിന്റെ ഡിക്കിയിൽ തറക്കല്ലുമായി നടക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ നോക്കി ധാരാളം ഉദ്ഘാടന പരിപാടികൾ നടത്തി. ഉമ്മൻചാണ്ടി പോകുമ്പോൾ കാറിനകത്ത് നിരവധി തറക്കല്ലുകൾ ഡിക്കിയിലിട്ടിട്ടാണ് യാത്ര. വഴിക്ക് നിർത്തുക, ഒരു തറക്കല്ലിടുക. ഇങ്ങനെ ഇട്ട് തറക്കല്ല് മുഴുവൻ തീർന്നു. ഈ ഇട്ട തറക്കല്ലിന്റെ മുകളിൽ തന്നെ ഒരു ശവക്കല്ലറ UDFന് തീർക്കാൻ പറ്റുന്ന അത്ര കല്ല് എല്ലാ സ്ഥലത്തും ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ഇട്ട തറക്കല്ലറക്ക് മുകളിൽ UDFന്റെ ശവക്കല്ലറ തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 425 ഏക്കർ കായലും നെൽവയലും നികത്താൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ 3 മന്ത്രിസഭായോഗം ചേർന്ന് 822 ഫയലുകളിലാണ് തീരുമാനം ഉണ്ടാക്കിയത്. ഈ 822 തീരുമാനങ്ങളും അഴിമതി നിറഞ്ഞ തീരുമാനങ്ങളാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. 13,000-ൽ പരം ആളുകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോരുത്തരെയും സ്ഥിരപ്പെടുത്തുന്നതിന് 5 ലക്ഷവും 10 ലക്ഷവും കൈക്കൂലി വാങ്ങിയിട്ടാണ്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പിൻവാതിൽ വഴി നിയമനം നൽകിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. ഭരണഘടനാ വ്യവസ്ഥയും സുപ്രീം കോടതി ഉത്തരവും മറികടന്നാണ് 30,000-ഓളം പേരെ സ്ഥിരപ്പെടുത്താൻ നീങ്ങുന്നത്. നിയമനം റദ്ദാക്കണമെന്ന ശുപാർശ അവഗണിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 30,000-ഓളം പേരെയാണ് വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 25% നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് മറികടന്നാണ് ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ സ്ഥിരപ്പെടുത്തൽ നീക്കം വലിയ കോഴ ഇടപാടുകൾക്കാണ് വഴിവെക്കുക. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു അഭിപ്രായപ്പെടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്, അത് നൽകാനാവില്ല എന്ന നിയമവിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ പിൻവാതിലൂടെയുള്ള ഈ നിയമനത്തിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ആ വസ്തുത പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഈ വിവരം തടയുന്നത്. അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകിക്കഴിഞ്ഞു. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടി സ്വീകരിക്കാതെ പിൻവാതിലിലൂടെ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടുള്ള നിയമവിരുദ്ധമായൊരു നടപടിയാണ്. ഭരണഘടനയുടെ 309 അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. PSC വഴി നിയമനം കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നൽകിയ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് എന്നത് ഖേദകരമാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വ്യക്തി നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും പുരുഷ മേധാവിത്വത്തിന് വഴി തെളിച്ചത് മതമേലധ്യക്ഷന്മാരാണെന്നും കെമാൽ പാഷ പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് കെമാൽ പാഷ. തുല്യ അവകാശമെന്ന് സ്ത്രീകൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, തുല്യത നേടിയെടുക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു.
വിവാഹകാര്യത്തിലും വിവാഹമോചന കാര്യത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമാണുള്ളത്. ഭാര്യയെ മൊഴിച്ചൊല്ലി കൂടുതൽ വിവാഹങ്ങൾ കഴിക്കാൻ പുരുഷന്മാർക്ക് അവസരമൊരുക്കുമ്പോൾ മതമേലധ്യക്ഷന്മാർ കോടതിയെപ്പോലെ പെരുമാറണമെന്നും ന്യായാന്യായങ്ങൾ വിലയിരുത്തി നീതിയുടെ പക്ഷത്തുനിന്നും തീരുമാനങ്ങൾ എടുക്കണമെന്നും ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. മുസ്ലിം ലോ കോഡിഫൈ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കോഡിഫൈഡ് ലോ അല്ല, യഥാർത്ഥത്തിൽ ഒന്നുമില്ല. പ്രസിഡൻഷ്യൽ വാല്യൂസ് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ് മുസ്ലിം ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം. ഖുർആൻ അനുശാസിക്കുന്ന എല്ലാം വേണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് എത്ര കല്യാണം ഉണ്ടെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര കുഞ്ഞുങ്ങളാവാം, അതൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സ്ത്രീ അതിനെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ദൂരെ എത്തിയാം. ഗാർഹിക പീഡന നിയമങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ജസ്റ്റിസ് കെമാൽ പാഷ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭരണഘടന, ലിംഗസമത്വം, വിശ്വാസം എന്നീ വിഷയത്തിൽ നിസ സംഘടിപ്പിച്ച സംവാദം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും ഒളിയമ്പുമായി DGP ജേക്കബ് തോമസ്. സൂര്യതാപം ഏറ്റവരുടെ ശാപമാണോ വയൽ കായൽ നികത്തൽ ശ്രമമെന്ന് ചോദിച്ചാണ് ജേക്കബ് തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിലെ AI ഗ്രൂപ്പുകളുടെ തർക്കങ്ങളും വയൽ നികത്തൽ വാർത്തകൾ പുറത്തുവരുന്നതിന് കാരണമായോ എന്ന് ജേക്കബ് തോമസ് വിലയിരുത്തുന്നതായിട്ടാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് വനഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി. പതിച്ചു നൽകിയ വനഭൂമിയിൽ പാറഖനനമാകാമെന്നാണ് ഭേദഗതി നിർദ്ദേശം. ക്വാറി മാഫിയകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചട്ടഭേദഗതിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. പശ്ചിമഘട്ടം ക്വാറി മാഫിയയ്ക്ക് തീരെഴുതുന്നതിന് ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റു വനമേഖലകളിലെ ക്വാറി മാഫിയകൾക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകൽ ചട്ടത്തിലും ഭേദഗതി വരുത്തുന്നത്. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനായി പാറഖനനമാകാമെന്നാണ് പുതിയ ഭേദഗതി. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശത്തിന്റെ പകർപ്പാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ പട്ടയം റദ്ദാക്കുമെന്ന വ്യവസ്ഥയും പുതിയ നിർദ്ദേശത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ 1 വർഷത്തിനകം ഉടമ താമസിക്കണമെന്ന വ്യവസ്ഥയും കരടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമയപരിധി 30 വർഷമാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. 1970-ലെ വനഭൂമി പതിവ് ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിലധികവും വൻതോതിൽ പാറസമ്പത്തുണ്ട്. കൃഷിയോഗ്യ വനഭൂമി പതിച്ചു നൽകൽ ഭേദഗതി ചട്ടം 2016 എന്ന് പേരിട്ട പുതിയ നിർദ്ദേശങ്ങൾ കൃഷിക്ക് വേണ്ടിയല്ല, വൻതോതിലുള്ള പാറഖനനം ലക്ഷ്യമിട്ടാണെന്നും വ്യക്തം. ഭേദഗതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പവിത്രമായ പരിസ്ഥിതി നിയമങ്ങളെല്ലാം മാഫിയകൾക്ക് വേണ്ടി കാറ്റിൽ പറത്തുകയാണ് റവന്യൂ വകുപ്പ്. വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതി നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. MR സജേഷ്, തിരുവനന്തപുരം. എയർ ആംബുലൻസിന്റെ പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് പിണറായി വിജയൻ. പദ്ധതിക്ക് തുടക്കമായതായി ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടില്ല. കബളിപ്പിക്കൽ ഉമ്മൻചാണ്ടിക്ക് വ്യാജ പ്രതിച്ഛായ നിർമ്മിക്കാനാണെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. കശുവണ്ടി മേഖലയിലെ കുത്തക മുതലാളിമാരുമായി NK പ്രേമചന്ദ്രൻ MPയും കൊടിക്കുന്നിൽ സുരേഷും ഒത്തുകളിച്ച് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് ചെറുകിട കശുവണ്ടി വ്യവസായികൾ. തോട്ടണ്ടിയുടെ സീസൺ ആയതോടെ വില കുറവിൽ ചെറുകിട വ്യവസായികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നത് തടയാനാണ് MPയുടെ നീക്കം. വൻകിട മുതലാളിമാരെ സഹായിക്കാനാണിതെന്നും ആക്ഷേപം. ഐവറി കോസ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തോട്ടണ്ടി വിൽപ്പനയുടെ സീസണാണ്. അവിടുത്തെ സർക്കാർ 1 കിലോ തോട്ടണ്ടിക്ക് 35 രൂപ വില നിശ്ചയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 52 രൂപയാകും. എന്നാൽ NK പ്രേമചന്ദ്രനെ സ്വാധീനിച്ച് വൻകിട കശുവണ്ടി മുതലാളിമാർ 9.5% ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് തോട്ടണ്ടി കിലോയ്ക്ക് 62 രൂപയായി. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയില്ലാതെ വലയുമ്പോഴാണ് നിലവിലുള്ള ചെറുകിട ഫാക്ടറികൾ കൂടി പൂട്ടിക്കാനുള്ള നീക്കം MPയുടെ സഹായത്തോടെ നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇതിൽ ഗൂഢാലോചനയാണുള്ളത്. കശുവണ്ടി മേഖലയിൽ 1-2 ഫാക്ടറികൾ വെച്ച് നടത്തുന്ന മുതലാളിമാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കുത്തക മുതലാളിമാരുടെ അഴിഞ്ഞാട്ടത്തിനാണ് കശുവണ്ടി ഇവിടുത്തെ കൊല്ലം MPയും മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനെ പോലുള്ളവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബർ 12 പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കൊല്ലത്തെ MPയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഇറക്കുമതി തോട്ടണ്ടി കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരിക്കലും ഉണ്ടാകാത്തൊരു സംഭവം 9.36% നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ബിനാമി പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം തടയാനാണ് താൻ ശ്രമിച്ചതെന്ന് പ്രേമചന്ദ്രന്റെ നിലപാട്. ഇപ്പോഴത്തെ നികുതി വർധനവ് കശുവണ്ടി കോർപ്പറേഷനും തിരിച്ചടിയായി. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികളാണ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് സ്റ്റെഫി പോലും അറിയാതെ. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദം എന്ന് ഇല്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: പിന്നെ വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിന്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ: ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി, പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടീ കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മൂന്നാർ പള്ളിവാസൽ വില്ലേജിൽ ആരോഗ്യ വകുപ്പിന്റെ 2.6 ഏക്കർ ഭൂമി എറണാകുളം കേന്ദ്രീകരിച്ച ഭൂമാഫിയകൾ കയ്യേറി. 2014 നടന്ന കയ്യേറ്റം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മറച്ചുവെച്ചു. കോടികൾ വില വരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നതായുള്ള തഹസിൽദാർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. മൂന്നാർ പള്ളിവാസൽ വില്ലേജിലെ ചിത്തരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 1969 KSEBിൽ നിന്നും ആരോഗ്യവകുപ്പ് വാങ്ങിയ 13.5 ഏക്കർ ഭൂമിയിൽ നിന്നും 2.6 ഏക്കർ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയത്. സർവേ നമ്പർ 222-2, 222-3, 223 എന്നിവയിൽപ്പെട്ട 2.6 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കയ്യേറ്റം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമിയുടെ കരമൊടുക്കുന്നത് വില്ലേജ് രേഖകൾ പ്രകാരം എറണാകുളം സ്വദേശിയായ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ജീവനക്കാരനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അന്വേഷിച്ച തഹസീൽദാർ കയ്യേറ്റം നടന്നതായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിക്ക് ജില്ലാ ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല. സർവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം തടഞ്ഞ് ഭൂമി വീണ്ടെടുക്കാൻ ആയില്ലെങ്കിൽ കോടികളുടെ സ്ഥലമാകും സർക്കാരിന് നഷ്ടമാകുക. ലെസ്ലി ജോൺ, ഇടുക്കി. ഗുജറാത്തിലേക്ക് 10 ഭീകരരെത്തിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയും കൊൽക്കത്ത വിമാനത്താവളം 24 മണിക്കൂറിനുള്ളിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന ഇമെയിലിന്റെയും പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നസീർ ഖാൻ ജൻജുവാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്.